ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇൻ യൂട്രസ് ഡെലിവറൻസ് അല്ലെങ്കിൽ പ്രീനേറ്റൽ ഡെലിവറൻസ്, ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന തിരസ്കരണങ്ങളിൽ നിന്ന് എങ്ങനെ വിടുതൽ സ്വീകരിക്കുവാൻ കഴിയും, അതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇൻ യൂട്രസ് ഡെലിവറൻസ്. അനേകം കുഞ്ഞുങ്ങൾ ഗർഭാശയത്തിൽ വെച്ച് തന്നെ തിരസ്കരണത്തിന് ഇരകളായിത്തീരുന്നു. തിന്മകൾ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അത് മുഖാന്തരം അവരിൽ പലരും അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളിൽ ശാരീരികമാകുന്ന അല്ലെങ്കിൽ ബുദ്ധിപരമാകുന്ന വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വരുന്നു. ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ചലഞ്ചസ്. ചിലരിൽ ഓട്ടിസം കാണുന്നു, ചിലരിൽ ഡൗൺ സിൻഡ്രം ഉണ്ടാകുന്നു, മറ്റു ചിലർക്ക് ബുദ്ധി വേണ്ടവണ്ണം വികസിക്കപ്പെടുന്നില്ല, പഠനകാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നില്ല, മറ്റു ചിലർ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് വിധേയരാകുന്നു. ഇങ്ങനെ ബാല്യകാലത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ നേരിടുന്ന സംഘർഷങ്ങൾ, അനവധിയാകുന്ന സംഘർഷങ്ങൾ, അനേകം കുടുംബങ്ങൾ അങ്ങനെയുള്ള സംഘർഷങ്ങളുടെ നടുവിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ചിലർക്ക് പഠിക്കാൻ ഒട്ടും ശ്രദ്ധയുണ്ടാകുന്നില്ല, പഠിക്കുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ആ കുട്ടിയോട് കയർക്കുകയാണ്, അടിക്കുകയാണ്, ശപിക്കുകയാണ്. അതൊന്നും യഥാർത്ഥത്തിലൊരു പരിഹാര മാർഗമേ അല്ല. ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണമായ ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഗർഭാശയത്തിൽ വെച്ച് തന്നെ സംഭവിച്ചതായിരിക്കും. അതാണ് പ്രാർത്ഥനയിൽ പരിഹരിക്കേണ്ടത്. ഇതൊരു വലിയ വിശാലമാകുന്നൊരു മേഖലയാണ്. എങ്കിലും ഒരു പരിധിവരെ ഈ ചില ചിന്തകളിലൂടെ ചിലരെയെങ്കിലും സഹായിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനം 127 അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഹെറിറ്റേജ് എന്ന വാക്കാണ് വരുന്നത്. അപ്പോൾ അതൊരു ഇൻഹെറിറ്റൻസ് ആണ്. ഭാര്യ ഭർത്തൃബന്ധത്തിന് ദൈവം ഒരു അവകാശം കൊടുക്കുകയാണ്. അവർക്കൊരു അവകാശം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള എല്ലാവിധമാകുന്ന റൈറ്റുമുണ്ട്. അത് മക്കളാകുന്നു. ഉദരഫലം, ഫ്രൂട്ട് ഓഫ് ദ വൂംബ്, ഉദരഫലം. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായത്തിലും നമുക്ക് ആ ഉദരഫലത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ഇംഗ്ലീഷിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, ആൻഡ് ഹി വിൽ ലവ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് മൾട്ടിപ്ലൈ യു. ഹി വിൽ ലവ് യു, ഗാഡ് വിൽ ലവ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് മൾട്ടിപ്ലൈ യു. He will also bless the fruit of your womb. He will also bless the fruit of your womb. മലയാളത്തിൽ അത് വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം അതിൻ്റെ 7-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. ഒരു ബ്ലെസ്സിങ് വരികയാണ്. എല്ലാ മേഖലയിലും ഒരു ബ്ലെസ്സിങ് വരുന്നു. അവിടെ ഗർഭഫലവും, ദൈവം നമ്മുടെ ഗർഭഫലത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ജനനത്തെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ കഴിയും. കർത്താവിൻ്റെ ഈ വചന സത്യങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ
ഡൗൺ സിൻഡ്രം വന്നുപോയെങ്കിലും ഒരു സൗഖ്യത്തിലേക്ക് പൈതലിനെ കൊണ്ടുവരുവാൻ കഴിയും. ഏതെങ്കിലും ഒരു ഫിസിക്കലോ ഇൻ്റലക്ച്വലായിട്ടുള്ള ചലഞ്ച് ഇപ്പോൾ നിങ്ങളുടെ മക്കളുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ വചനഭാഗങ്ങളിലൂടെ സത്യം സ്വീകരിച്ച് ഒരു അത്ഭുത സൗഖ്യത്തെ നിങ്ങൾക്ക് അവിടെ നടപ്പിലാക്കുവാൻ ഉറപ്പായിട്ടും കഴിയും. 127 സങ്കീർത്തനത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉദരഫലം അവകാശമാണെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നത് ഒരു പ്രതിഫലമാകുന്നു എന്ന് പറയുന്നു, റിവാർഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം, ആ ബന്ധത്തിന് ദൈവം ഒരു കൂലി കൊടുക്കുകയാണ്, അവർക്കൊരു പ്രതിഫലം, ഒരു റിവാർഡ് കൊടുക്കുകയാണ്. ആ ബന്ധത്തെ ദൈവം അംഗീകരിച്ചു, ആ ബന്ധത്തിന് കർത്താവ് ഒരു പ്രതിഫലം കൊടുക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു. അവർക്ക് യാതൊരു സിഗ്നിഫിക്കൻസും അവരുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. അവരെക്കുറിച്ചുള്ളൊരു പരാമർശം 113 സങ്കീർത്തനം 9-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവൻ വീട്ടിൽ മച്ചിയായവളെ, മച്ചി എന്ന് വരുമ്പോൾ പിന്നെ സമൂഹത്തിന് വേണ്ടാത്ത ഒരു കൂട്ടരാണവർ. എന്നാൽ ദൈവം അങ്ങനെയുള്ളവരിൽ പ്രസാദിക്കുമ്പോൾ അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി, അവൾക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്നു, സമൂഹത്തിൽ അവൾക്ക് വർത്തുണ്ടാകുന്നു, അവൾക്ക് അർത്ഥമുണ്ടാകുന്നു, അവൾക്ക് പ്രാധാന്യമുണ്ടാകുന്നു. മാത്രവുമല്ല മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തൊരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം തിരസ്കരണം, ദുഃഖം, പ്രയാസം, സന്തോഷമേയില്ല. എന്നാൽ മക്കൾ അവൾക്ക് ജനിക്കുമ്പോൾ അത് മുഖാന്തരമായിട്ട് അവളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയും അതോടൊന്നിച്ച് തന്നെ അവൾ സന്തോഷമുള്ളവളായി തീരുകയും ചെയ്യുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഗർഭധാരണവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ കൺസെപ്ഷൻ നടക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, ഒരു സ്പേം ആൻഡ് എഗ് അത് ജോയിൻ ചെയ്യുന്നത് ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. ആ ജോയിൻ ചെയ്ത് അത് ഒരു സൈഗോട്ടായി തീരുമ്പോൾ ആ സൈഗോട്ട് അവിടെ നിന്ന് യൂട്രസിൽ എത്തിച്ചേർന്നിട്ട് എംബ്രിയോ ആകുന്നു. ഏകദേശം 9 ആഴ്ചകൾ, 8 ആഴ്ചകൾ കഴിയുമ്പോഴേക്കും ആ എംബ്രിയോ ഫീറ്റസ് ആയി തീരുകയാണ്. ആ ഫീറ്റസ് പിന്നെ വളർന്ന് 9 മാസത്തോളം ആ ഉദരത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രക്രിയയുണ്ട്. അത്ഭുതകരമാകുന്ന ഒരുപാട് കാര്യങ്ങളാണ് അമ്മയുടെ ഉദരത്തിൽ സംഭവിക്കുന്നത്. അതിൽ ദൈവത്തിന് പങ്കാളിത്തമുണ്ട്, അതിൽ ദൈവത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നാണ് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 139 സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. ദൈവത്തിൻ്റെ പങ്കാളിത്തം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കേവലം ആ സ്പേമും എഗ്ഗും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും കൂടെ ചേർന്നുള്ള ആ കാര്യം മാത്രമല്ല അവിടെ നടക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളുണ്ടാകുമായിരുന്നല്ലോ. അവിടെ ദൈവത്തിൻ്റെ ഒരു പങ്കാളിത്തമുണ്ട്. ദൈവത്തിൻ്റെ ഒരു പങ്കാളിത്തം അവിടെ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കർത്താവാണ് ആ കുഞ്ഞിനെ ഉരുവാക്കുന്നത്. കർത്താവില്ലാതെ ആ കുഞ്ഞൊരിക്കലും, ദൈവമില്ലാതെ, ദൈവത്തിൻ്റെ കരമില്ലാതെ ഒരിക്കലും ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുകയില്ല. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നീ എന്നെ മെടഞ്ഞു. വാക്കുകൾ ശ്രദ്ധിക്കണം. നീ എന്നെ മെടഞ്ഞു. പണ്ടുകാലത്തുള്ളവർക്ക് അത് മനസ്സിലാകും. മെടയുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കഴിഞ്ഞ തലമുറയ്ക്ക് മനസ്സിലാകും, ഈ തലമുറയ്ക്ക് അത്രത്തോളം മനസ്സിലാക്കുകയില്ല. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല.
അപ്പോൾ ആ കുഞ്ഞ് രൂപപ്പെടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ, ആ സെൽസിൽ ഉണ്ടാകുന്ന മൾട്ടിപ്ലിക്കേഷൻസ്, അതിനുശേഷമായിട്ട് ആ കുട്ടിയിൽ ഹൃദയമുണ്ടാകുന്നു, അതിനുശേഷം കണ്ണുകൾ, അവയവങ്ങൾ, തലച്ചോറിലുള്ള ആ വളർച്ച, അതിനുശേഷം അങ്ങനെ ചേർന്ന് വരുന്നു, അസ്ഥികൂടങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇതൊന്നും ദൈവം അറിയാതെയല്ല സംഭവിക്കുന്നത്, കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, 16-ാം വാക്യം ശ്രദ്ധിക്കുക, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ നിലയിലാണ് അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നത്. അപ്പോൾ അവിടെ ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു എന്ന് പറയുമ്പോൾ ആത്മലോകം അറിയുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ ദൈവം മാത്രമല്ല അതറിയുന്നത്, ആത്മലോകം അതറിയുന്നുണ്ട്, പിശാചും അതറിയുന്നുണ്ട്. ഒരു കുഞ്ഞുരുവാകുമ്പോൾ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭീഷണിയാണ്. മനുഷ്യനാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. ഈ ഉരുവാകപ്പെടുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ പക്ഷം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിശാചിന് തലവേദനയാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എങ്ങനെ കേടുള്ളതാക്കി തീർക്കാമെന്നതാണ് പിശാച് ലക്ഷ്യമാക്കുന്നത്. ആത്മലോകം ഈ അത്ഭുതകരമാകുന്ന സൃഷ്ടിപ്പ് കാണുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞുരുവാകുമ്പോൾ ആത്മലോകം അത് കാണുകയാണ്. പിശാചുക്കൾ അത് കാണുന്നുണ്ട്. അവയ്ക്ക് എന്തെങ്കിലും ഒരു ലീഗൽ റൈറ്റ് ലഭിക്കുമോ എന്നാണ് അവ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ലീഗൽ റൈറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് തന്നെ അവയുടെ സ്വാധീനവും പ്രവേശനവും ആ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിൽ സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു. യഥാർത്ഥത്തിൽ ആ സമയത്ത് ആ കൺസെപ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ടല്ലോ. ജനറേഷനലായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ജനറേഷനലായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ നടക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമല്ല പകരപ്പെടുന്നത്, മുൻ തലമുറകളിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഈ പൈതലിലേക്ക് ആ സമയത്ത് പകരപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ജനറേഷണൽ സിക്നസ് ഈ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ജനറേഷണൽ ഇനിക്വിറ്റി, അകൃത്യം, ജനറേഷനലായിട്ടുള്ള അകൃത്യം ഈ കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. ജനറേഷനലായിട്ടുള്ള സ്പിരിറ്റ്സ് ഈ കുടുംബത്തിൽ തലമുറകളായി സ്വാധീനം ചെലുത്തുന്ന ചില ദുരാത്മ സ്വാധീനങ്ങൾ, മാതാപിതാക്കൾ അതിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ആ ദുരാത്മ സ്വാധീനങ്ങൾ പൈതലിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. ഇനിയും ജനറേഷണൽ കേഴ്സസ്, മുൻ തലമുറകളിൽ നിന്നു വരുന്ന പല തിന്മകളും അങ്ങനെയെങ്കിൽ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്ന സന്ദർഭത്തിൽ തന്നെ ഈ കുഞ്ഞിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രീനേറ്റലായിട്ടുള്ള ഒരു ഡെലിവറൻസ്, ഇൻ യൂട്രസ് ഡെലിവറൻസ്, അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന ആ മേഖലയിൽ സംഘർഷം അനുഭവിക്കുന്നവർ സ്വീകരിക്കുന്നത് എത്രയും ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നിങ്ങൾ നേരിടുന്ന ചില സംഘർഷങ്ങളുടെ കാരണമെന്ന് പറയുന്നത് അമ്മയുടെ ഉദരം മുതൽ തന്നെ നിങ്ങളിൽ പ്രവേശിച്ച ചില കാര്യങ്ങളാകുന്നു എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഒരു ഇൻ യൂട്രസ് പ്രെയർ, പ്രീനേറ്റൽ പ്രെയർ ആൻഡ് ഡെലിവറൻസിന് വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സന്ദർഭത്തിൽ തന്നെ കുഞ്ഞിൽ തിരസ്കരണം വരുവാൻ സാധ്യതയുണ്ട്. തിരസ്കരണം പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. അൺഹെൽത്തി ഫിയർ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. അൺഹെൽത്തി ഷെയിം പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള തിന്മകളൊക്കെ പ്രവേശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കുഞ്ഞ് ഉദരത്തിൽ ഉരുവായിരിക്കുന്നു എന്നറിയുമ്പോൾ അപ്പൻ പറയുന്നു, എനിക്ക് കുഞ്ഞിനെ വേണ്ട, ഇപ്പം ഈ സമയത്താണോ ഈ ഒരു ഗർഭധാരണം, ഇത് വേണ്ടായിരുന്നല്ലോ. അപ്പനോ അമ്മയ്ക്കോ കുഞ്ഞിനെ വേണ്ട എന്നുള്ള ഒരു സമീപനമാണ് കൺസെപ്ഷൻ്റെ സമയത്ത് അവരിൽ നിന്ന് പുറപ്പെടുന്നത് എങ്കിൽ ഘോരമാകുന്ന തിരസ്കരണമാണ്. നിങ്ങൾക്കറിയാമോ, തിരസ്കരണം ജീവിതത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ ഏറ്റവും അതിഘോരമാകുന്ന തിരസ്കരണം എന്ന് പറയുന്നത്, റിജക്ഷൻ എന്ന് പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് സംഭവിക്കുന്ന തിരസ്കരണമാണ് അതിഘോരമാകുന്ന തിരസ്കരണം.
ഇവിടെ അപ്പനോ അമ്മയോ പറയുകയാണ് ഇത് വേണ്ടായിരുന്നല്ലോ. അതൊരു ഘോരമാകുന്ന തിരസ്കരണമാണ്. ഉദരത്തിൽ വെച്ച് കുഞ്ഞിന് സംഭവിക്കുന്ന തിരസ്കരണമാണ്. നിങ്ങൾ കരുതും ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഇത് സ്വീകരിക്കുവാൻ കഴിയുമോ എന്ന്. ഇതൊരു ആത്മലോകത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലേ. നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിലായിരിക്കുമ്പോൾ തന്നെ ഈ ഫിസിക്കൽ വേൾഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ആത്മലോകമുണ്ട്. ഈ കുഞ്ഞായിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ മാത്രമല്ല, അമ്മയായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ കുഞ്ഞായിരിക്കുന്നത്. അമ്മയ്ക്ക് ചുറ്റും ആരൊക്കെ വരുന്നുണ്ട്? ഭർത്താവ് വരുന്നുണ്ട്, ഈ കുഞ്ഞിന് മൂത്ത കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ വരുന്നുണ്ട്. അങ്ങനെ പലരും ചേരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ പൈതലായിരിക്കുന്നത്. കേവലം ആ ഗർഭപാത്രത്തിലായിരിക്കുന്നത് കൊണ്ട് കുഞ്ഞ് പുറത്തുള്ളതൊന്നും അറിയുന്നില്ല എന്ന് ധരിക്കരുത്. അമ്മയ്ക്ക് പലതും സ്വീകരിക്കുവാൻ കഴിയുന്നു എങ്കിൽ അമ്മ സ്വീകരിക്കുന്നതിലൂടെ കുഞ്ഞിലേക്ക് പലതും ചെല്ലുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി രണ്ടാമത്, ഈ കുട്ടിക്ക് മൂത്ത കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അറിവ് കിട്ടുകയാണ് അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവായിരിക്കുന്നു. അവർ പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട, അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് പോകും. ആ സിബിലിങ്സ് കുട്ടിയെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ളൊരു തീരുമാനം അവർ വാക്കുകൾ കൊണ്ട് പറയുകയോ പ്രവൃത്തികൾ കൊണ്ട് പ്രകടിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് തിരസ്കരണത്തെ കൊണ്ടുവരുന്നു. ഇല്ലിജിറ്റിമേറ്റ് ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവാഹബന്ധത്തിലൂടെ അല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാറില്ലേ, പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അമ്മ പോയി, ഇല്ലെജിറ്റിമേറ്റായിട്ട് ജനിച്ച കുഞ്ഞാകുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവർ ഉദരത്തിൽ വെച്ച് തന്നെ, ഗർഭാശയത്തിൽ വെച്ച് തന്നെ തിരസ്കരണത്തെ നേരിടുന്നവരാകുന്നു. അവരുടെ ജീവിതത്തിൽ അവരുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും ആ തിരസ്കരണം വ്യത്യസ്തമാകുന്ന നിലയിൽ അവരിലൂടെ പ്രകടമാകും. മറ്റൊന്നാണ്, അപ്പനോ അമ്മയോ അവർ പറയുന്നു ഓ ഈ കുട്ടിയെ വേണ്ടായിരുന്നു, ഇതിനെ നമുക്കങ്ങ് അബോർട്ട് ചെയ്ത് കളയാം. അങ്ങനെയുള്ള പല സംഭവങ്ങളുമുണ്ട്. 42 വയസ്സായപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു ചെറിയ മാറ്റങ്ങൾ പോലെ തോന്നി, അങ്ങനെ മുന്നോട്ട് പോയി. 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു സംശയം, എന്തെങ്കിലും വയറ്റിൽ ഗർഭധാരണം സംഭവിച്ചോ, ഉദരത്തിൽ ഗർഭധാരണം സംഭവിച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ 4.5 മാസമായിരിക്കുന്നു. 4.5 മാസമായിരിക്കുന്നു ഈ അമ്മ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത്. അത് തന്നെ ഒരു നടുക്കുന്ന വാർത്തയാണ്, ഒരാഘാതമായി. അമ്മയ്ക്കതൊരു ആഘാതമായി. 42-ാമത്തെ വയസ്സിൽ 3 കുട്ടികളുണ്ട്, ഇപ്പോൾ 4-ാമത്തെ ഒരെണ്ണം കൂടെ വരുന്നു എന്ന് വരുമ്പോഴേക്കും ഒരു വലിയ ആഘാതമായി. മാത്രമല്ല അപ്പം തന്നെ അവർ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്, ഇതിനെ അബോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത്രയുമായിപ്പോൾ ഇനി ഇതിനെ അബോർട്ട് ചെയ്യേണ്ട. അവിടെ ആ അബോർട്ട് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുമ്പോൾ, വാക്കുകൊണ്ട് അവർ പറയുമ്പോൾ, ആ സമയത്ത് തന്നെ ഈ കുട്ടി വേണ്ടാത്ത കുട്ടിയായി തീരുകയാണ്. കുട്ടിക്ക് സന്ദേശം ലഭിക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, അനവസരത്തിൽ ജനിച്ച ഉരുവായ കുഞ്ഞാണ്, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയുള്ള അബോർഷനെ കുറിച്ചുള്ള ചിന്തകളും അബോർഷനെ കുറിച്ചുള്ള അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിലൂടെയും ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് തിരസ്കരിക്കപ്പെടുകയാണ്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, അമ്മയപ്പന്മാരാഗ്രഹിക്കുന്നത് ഒരു മകനെ ലഭിക്കണമെന്നാണ്, ഒരു ആൺകുട്ടിയെ ലഭിക്കണമെന്നാണ്. എന്നാൽ ജനിച്ചപ്പോൾ പെൺകുട്ടിയായിപ്പോയി. അത് ഈ അമ്മയപ്പന്മാരിൽ നടുക്കം കൊണ്ടൊരു, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു ആൺകുട്ടിയാണല്ലോ, ജനിച്ചത് പെൺകുട്ടിയാണല്ലോ. അല്ലെങ്കിൽ പെൺകുട്ടി അവരാഗ്രഹിച്ചു, ജനിച്ചപ്പോൾ ആൺകുട്ടിയായിപ്പോയി. അത് മുഖാന്തരമായിട്ട് അവർ പ്രതീക്ഷിച്ച ആണ് അല്ലെങ്കിൽ പെണ്ണ്, അത് അവർ പ്രതീക്ഷിച്ചത് ആണിനെയാണ്, പെണ്ണായി പോകുന്നത് മൂലമുണ്ടാകുന്ന തിരസ്കരണം, അതും ഒരു ഘോരമാകുന്ന തിരസ്കരണമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുഖാന്തരമായിട്ട് അനേകം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കേടുള്ളവരായി തീർന്നിരിക്കുകയാണ്. മാതാപിതാക്കൾ ഇവർ വളർന്നു വരുമ്പോൾ ഇവരെ നോക്കിയിട്ട് പറയുകയാണ്, എവിടെ നിന്നാണ് ഈ ഓട്ടിസം ഉണ്ടായിരിക്കുന്നത്? വൈദ്യശാസ്ത്രം പറയും ജനറ്റിക് റീസൺസ്. എവിടെ നിന്നാണ് ഈ ഡൗൺ സിൻഡ്രം ഉണ്ടായിരിക്കുന്നത്? വൈദ്യശാസ്ത്രം പറയുന്നു ജനറ്റിക് റീസൺസ്. എവിടെ നിന്നാണ് ഈ കുട്ടി മന്ദബുദ്ധിയായി തീർന്നിരിക്കുന്നത്? ഒന്നും പഠിക്കുവാൻ കഴിയുന്നില്ലല്ലോ.
കുട്ടിയെ വെച്ചിരുത്തി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അവൻ്റെ തലയിലൊന്നും കയറുന്നില്ല. അപ്പൻ ശാപവാക്കുകൾ പറയുന്നിടാ ഒന്നിനും കൊള്ളാത്തവനെ അടിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ അപ്പനും അമ്മയ്ക്കുമാണ് ചിലപ്പോൾ പ്രത്യേകമാകുന്ന ശിക്ഷണം കൊടുക്കേണ്ടിയിരിക്കുന്നത് എന്ന് പറയേണ്ടതായിരിക്കുന്നു. അപ്പോൾ മക്കളെ അടിക്കുമ്പോൾ ഈ മക്കൾ ഇങ്ങനെ ആകുവാൻ കാരണമായി തീർന്ന ഏതെങ്കിലും പ്രവൃത്തി ഇവരുടെ കൺസംഷൻ സമയത്തുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെയെങ്കിൽ അടി കുട്ടികൾക്കല്ല, അടി നിങ്ങൾക്കാണ് തരേണ്ടത്. ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ചലഞ്ചസിനെ നേരിടുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും ഇനി തിരസ്കരിക്കുന്നത് അവസാനിപ്പിച്ചതിന് ശേഷം കാരണങ്ങൾ ഇൻയൂട്രസ് സമയത്ത് തന്നെ, കുട്ടി യൂട്രസിലായിരുന്ന സമയത്ത് തന്നെ ഉണ്ടായതായിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങളെ സ്വീകരിച്ചതിന് ശേഷം മാതാപിതാക്കൾ അകത്തൊരു ട്രാൻസ്ഫോർമേഷന് വിധേയമാകുകയാണ് എങ്കിൽ അത് മുഖാന്തരമായിട്ട് കുട്ടിയിൽ അത്ഭുത വിടുതലുകൾ ഉണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അമ്മയ്ക്ക് വല്ലാത്ത ഭയം ഉണ്ടാകുകയോ അമ്മയ്ക്ക് വല്ലാത്ത വ്യാകുലത, ഈ ഗർഭധാരണ സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞ് ഉദരത്തിലായിരിക്കുന്ന കൺസെപ്ഷൻ കഴിഞ്ഞുള്ള ആ 9 മാസം ഈ അമ്മയ്ക്ക് വല്ലാത്ത ഭയമുണ്ടാകുകയോ അമ്മ ഒരു സ്ട്രെസ്ഡായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയോ വല്ലാത്ത വ്യാകുലതയിലൂടെ അമ്മ കടന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങൾ, തിരസ്കരണം, ഭയം, അൺഹെൽത്തി ഫിയർ, അൺഹെൽത്തി ഷെയിം, അങ്ങനെയുള്ള തിന്മകൾ പൈതലിലേക്ക് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ പ്രവേശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും മുഖാന്തരമായിട്ട് ആ കുട്ടിയുടെ കൺസെപ്ഷൻ സമയം മുതൽ ഉള്ള ആ 9 മാസത്തിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാരണങ്ങൾ മുഖാന്തരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കേടുകൾ വന്ന സാഹചര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ കാര്യങ്ങളെ നമുക്ക് പ്രാർത്ഥനയിലൂടെ പരിഹരിക്കുവാൻ കഴിയും. വചനത്തിലെ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആവർത്തിച്ചുള്ള പ്രാർത്ഥനയിലൂടെ ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയും. ആ പ്രാർത്ഥന, ദീർഘമാകുന്ന പ്രാർത്ഥനകൾ പലതും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. എന്നാൽ ഈ പ്രക്ഷേപണത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കൺസെപ്ഷൻ നടക്കുന്ന സമയത്ത് ആ എഗ്, സ്പേം, അങ്ങനെ ആ കൺസെപ്ഷൻ നടക്കുന്ന സമയത്ത് ആ കൺസെപ്ഷൻ്റെ സമയത്തെ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ആ കൺസെപ്ഷൻ്റെ സമയത്തെ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അതിനുശേഷമായിട്ട് ആ കൺസെപ്ഷൻ്റെ ഓരോ മാസങ്ങളും എടുക്കുക. ഓരോ മാസങ്ങളും എടുത്തതിന് ശേഷം ആ സമയത്ത് കുട്ടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന തിന്മകളുണ്ടെങ്കിൽ ആ തിന്മകളെ കുട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ആ കുട്ടിയിൽ പ്രവേശിക്കുവാൻ സാധ്യതയുള്ള തിന്മകളിൽ പ്രധാനപ്പെട്ടതാണ് തിരസ്കരണം എന്ന് പറയുന്നത്. തിരസ്കരണം ഉണ്ടാകാം, ലജ്ജയുണ്ടാകാം, ഭയമുണ്ടാകാം. അങ്ങനെയുള്ള പല തിന്മകൾ പ്രവേശിക്കുവാൻ സാധ്യതകളുണ്ട്. ആ തിന്മകളെ യേശുവിൻ നാമത്തിൽ പുറത്താക്കിയതിന് ശേഷം ആ കുട്ടിയെ ആ 1-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 2-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ 3-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 4-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 5-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 6-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 7-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 8-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 9-ാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെ തിന്മകൾ പുറത്താക്കപ്പെടുകയും ദൈവിക അനുഗ്രഹങ്ങൾ പകരപ്പെടുകയും ചെയ്യും. ഒരു നിമിഷം ഈ പ്രാർത്ഥന വിശാലമാണെങ്കിലും ഒരു ചെറിയ നിലയിൽ ഞങ്ങൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഉദരത്തിലായിരിക്കുന്ന പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ സ്പേമും എഗ്ഗും ചേർന്ന ആ സമയം, കൺസെപ്ഷന്റെ ആരംഭ സമയം, ഞങ്ങൾ ആ സമയത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം 1-ാം മാസം പൈതലിൽ പ്രവേശിച്ച എല്ലാ തിന്മകളെയും, തിരസ്കരണത്തെ,
ഭയത്തെ, ലജ്ജയെ, എല്ലാ തിന്മകളെയും യേശുവിൻ നാമത്തിൽ പുറത്താക്കുന്നു. പൈതലിനെ ഒന്നാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിനെ ഒന്നാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിന്റെ രണ്ടാം മാസം അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഉള്ളിൽ പ്രവേശിച്ച എല്ലാ തിരസ്കരണത്തെയും ലജ്ജയെയും ഭയത്തെയും യേശുവിൻ നാമത്തിൽ പുറത്താക്കി പ്രാർത്ഥിക്കുന്നു. പൈതലിനെ രണ്ടാം മാസത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മൂന്നാം മാസത്തിൽ പൈതലിൽ പ്രവേശിച്ച എല്ലാ തിന്മകളെയും ലജ്ജ, തിരസ്കരണം, ഭയം യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. പൈതൽ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മൂന്നാം മാസം പൈതലിൽ പ്രവേശിച്ച എല്ലാ തിന്മകളും യേശുവിൻ നാമത്തിൽ ലജ്ജ, ഭയം, തിരസ്കരണം യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. പൈതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നാലാം മാസം പൈതലിൽ പ്രവേശിച്ച എല്ലാ തിന്മകളും ലജ്ജ, തിരസ്കരണം, ഭയം യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. നാലാം മാസം പൈതൽ അമ്മയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അഞ്ചാം മാസം പൈതലിൽ പ്രവേശിച്ച എല്ലാ തിരസ്കരണവും ഭയവും ലജ്ജയും പുറത്തു പോകട്ടെ. അഞ്ചാം മാസം അമ്മയുടെ ഉദരത്തിൽ പൈതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആറാം മാസം പൈതലിൽ പ്രവേശിച്ച എല്ലാ തിന്മകളും ഭയം, തിരസ്കരണം, ലജ്ജ ഇവ യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. ആറാം മാസം പൈതൽ അമ്മയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഏഴാം മാസം പൈതലിൽ പ്രവേശിച്ച എല്ലാ തിന്മകളും ഭയം, തിരസ്കരണം, ലജ്ജ യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. ഏഴാം മാസം പൈതൽ അമ്മയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എട്ടാം മാസം പൈതലിൽ പ്രവേശിച്ച എല്ലാ തിന്മകളും ഭയം, തിരസ്കരണം, ലജ്ജ യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. എട്ടാം മാസം പൈതൽ അമ്മയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒൻപതാം മാസം പൈതലിൽ പ്രവേശിച്ച എല്ലാ തിന്മകളും ഭയം, തിരസ്കരണം, ലജ്ജ യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. ഒൻപതാം മാസം പൈതൽ അമ്മയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആ പൈതൽ പുറത്തു വന്ന് ആ സമയത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ജനനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ കീഴിൽ ആ പൈതലിന്റെ ജനനത്തെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഇത് ദീർഘമാകുന്ന പ്രാർത്ഥനകൾ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഞങ്ങളൊരു ചെറിയ ഉദാഹരണമാണ് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നൽകിയത്. കൂടുതൽ ഈ കാര്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ മേഖലയിൽ പ്രാർത്ഥന സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി തീർച്ചയായും ബന്ധപ്പെടുക. കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ സകലവിധമാകുന്ന സമൃദ്ധിയും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക.
ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.